Welcome to Learnino, KTU BTech 2024 scheme, Introduction to Electrical and Electronics Engineering for Group A and B. നമ്മൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 3-ലെ. അപ്പോൾ മോഡ്യൂൾ 1-ഉം മോഡ്യൂൾ 2-ഉം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കൂടുതലും പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മോഡ്യൂൾ 3-ലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലധികം തിയറി ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് പാർട്ടാണ് അല്ലേ വരുന്നത്. മോഡ്യൂൾ 3-ഉം 4-ഉം നമുക്ക് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് പറയാം. പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് വരാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതും പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്ക്രൈബ് ദ കമ്പോണന്റ്സ് ഓഫ് എ DC പവർ സപ്ലൈ യൂസിങ് എ നീറ്റ് ബ്ലോക്ക് ഡയഗ്രം. അപ്പോൾ നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ആകുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നമ്മൾ വാരി വലിച്ച് എഴുതിയിട്ട് നമുക്ക് മാർക്ക് കിട്ടില്ല. അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്ന്, ഇപ്പൊ നമുക്ക് ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നീറ്റ് ആയിട്ട് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ തന്നെ നമുക്ക് അത് മാർക്ക് കിട്ടാനുള്ള ഒരു വലിയൊരു പോയിന്റ് ആണ്. പിന്നെ നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ DC പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ, ലോഡ്. അതിൽ നോക്കൂ, ഫസ്റ്റ് നമ്മൾ AC ലൈൻ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അതിൽ AC കണക്ട് ചെയ്ത് ട്രാൻസ്ഫോമറിൽ എന്താണ്, അപ്പൊ നമ്മൾ യൂഷ്വലി നമുക്ക് അവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വരച്ചു. രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ ആണ്. അപ്പൊ നമ്മൾ അവിടെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ആ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മൾ പിന്നെ വരയ്ക്കുന്നത്. പിന്നെ നമുക്ക് എന്തായാലും അറിയാം അല്ലെ, റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് റിപ്പിൾസ് ഉണ്ടാവും. ആ റിപ്പിൾസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ആ ഫിൽട്ടറിൽ നിന്ന് വരുന്ന ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ വരച്ചു. അതിനുശേഷം നമ്മൾ അത് എന്തിലേക്ക് ആയിരിക്കും കണക്ട് ചെയ്യുക, ഒരു റെഗുലേറ്ററിലേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നമുക്ക് വേണം. അതായത് ഇപ്പൊ നമ്മൾ AC മെയിൻസിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വന്നാലോ ലോഡിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വന്നാലോ അതിനനുസരിച്ചിട്ട് വേരി ചെയ്യാതെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടേണ്ടത് ലോഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു റെഗുലേറ്ററും വരയ്ക്കും. റെഗുലേറ്റർ ആണ് അടുത്തൊരു ബ്ലോക്ക് വരിക. അപ്പൊ ഓരോ സ്റ്റേജിന്റെ ആ ഔട്ട്പുട്ട് ഒക്കെ വരച്ചിട്ട് നീറ്റ് ആയിട്ട് ബ്ലോക്ക് ഡയഗ്രാം വരച്ചാൽ തന്നെ നമുക്ക് മാർക്ക് വരും. പിന്നെ നമ്മൾ എന്താണ് ഈസിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓരോ ബ്ലോക്കിന്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളറ്റ്സ് പോലെയൊക്കെ കൊടുത്തിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ നോക്കുന്ന ആൾക്കും ഈസി ആയിട്ട് മാർക്ക് കൊടുക്കാനായിട്ട് തോന്നും. അല്ലാതെ നമ്മൾ വെറുതെ ഒരു എസ്സേ പോലെ വലിച്ചു വാരി നമ്മളിങ്ങനെ ടെക്നിക്കൽ പേപ്പേഴ്സിൽ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതരുത്. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രമല്ല നമുക്ക് ഒരുപാട് ടൈം ഈസി ആയിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് എ സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ. സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് ഈ ഫുൾ വേവ് റെക്ടിഫയറിന്റെ സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ എന്ത് വരയ്ക്കണം, സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കണം. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ എന്താണ് റെക്ടിഫയർ എന്നും അതിൽ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറിലെ രണ്ട് ടൈപ്സും വേണമെങ്കിൽ എഴുതാം. അതിൽ നമ്മൾ സെന്റർ ടാപ്പ് റെക്ടിഫയറിന്റെ ഇത് എന്താണ് അതിന്റെ അറേഞ്ച്മെന്റ് എന്നുള്ളത് നമ്മൾ നീറ്റ് ആയിട്ട് ഫിഗർ വരയ്ക്കുക. ഇതുപോലെ ഒരു ഇൻപുട്ട് വേവ് ഫോം നീറ്റ് ആയിട്ട് വരയ്ക്കുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സർക്യൂട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഓരോന്നും എന്താണ്, ഇപ്പൊ നമ്മൾ ഡയോഡ് ആണെങ്കിൽ അതിന് D1 D2. ഇപ്പൊ സെന്റർ ടാപ്പ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയോഡിനെ നെയിം ചെയ്യണം അല്ലെ, D1ഉം D2ഉം നമ്മൾ നെയിം ചെയ്യണം. ഇൻപുട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നതെന്ന് എഴുതണം. ഔട്ട്പുട്ട് റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്റർ, പ്ലസ് മൈനസ് ഒക്കെ നീറ്റ് ആയിട്ട് അത് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുമ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ അതെല്ലാം പോയിന്റ് ചെയ്ത് നീറ്റ് ആയിട്ട് എഴുതി വരയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കത് ആ ഒരു എന്താ പറയാ ആ ഒരു ഇംപ്രഷൻ നമുക്ക് ആ പേപ്പറിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ വർക്കിംഗ് നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിന്റെ അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഒക്കെ വർക്കിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതിയിലാണ് അല്ലെ. സെക്കൻഡറി വൈൻഡിങ്ങിന് നമ്മൾ ടോപ്പും ബോട്ടവും ആയിട്ടാണ് നമ്മൾ അതിന്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുമ്പോൾ ഡയോഡ് D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബൈസ്ഡ് ആയിരിക്കും. കാരണം അത് സെക്കൻഡറി വൈൻഡിങ്ങിന്റെ ടോപ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഡയോഡ് D2 റിവേഴ്സ് ബൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഡയോഡ് D1 മാത്രമായിരിക്കും അവിടെ കണ്ടക്ട് ചെയ്യാം. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഇൻപുട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോമറിന്റെ താഴെയുള്ള ഈ ഒരു പോർഷനിലായിരിക്കും നമുക്ക് ഇവിടെ ഈ ഡയോഡ് D2 ആയിരിക്കും ഇവിടെ ഫോർവേഡ് ബൈസ്ഡ് ആവുക. D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബൈസ്ഡ് ആയിരിക്കും. അപ്പോൾ D2 മാത്രമായിരിക്കും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അവിടെ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമുക്ക് എന്താണ് ഔട്ട്പുട്ടിൽ ഫുൾ വേവ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഓരോന്നും കറക്റ്റ് ആയിട്ട് വരച്ച് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചത്. അപ്പോൾ എങ്ങനെ അത്
പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നീറ്റ് ആയിട്ട് ഫിഗർ വരയ്ക്കുക, എന്നിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫസ്റ്റ് ഒരു ബുള്ളറ്റ് ഇട്ട് എഴുതുക, പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നെക്സ്റ്റ് ഒരു ഇതായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ വർക്കിംഗ് ആയി നമുക്ക് ഫുൾ മാർക്ക് ഇതിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ്. ഡയോഡിന്റെ ഫോർവേഡ് ക്യാരയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഡയോഡിന്റെ ഫോർവേഡ് ക്യാര എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ്, ക്യാര നീറ്റ് ആയിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. അതില് എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണെന്നുള്ളത് എഴുതണം. അത് എഴുതാതെ നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സും വരച്ചിട്ട് കാര്യമില്ല. എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ്, വോൾട്ടേജ് ആണോ, കറണ്ട് ആണോ, അതേപോലെ തന്നെ പിന്നെ എന്താണ് ഫോർവേഡ്. അപ്പൊ ഈ ഒരു റീജിയൻ ഇത് മാർക്ക് ചെയ്യുക, ഫോർവേഡ് ബയസ്ഡ് റീജിയൻ എന്നുള്ളത്. ഇത് ഫോർവേഡ് ബയസ്ഡ് റീജിയൻ, അതേപോലെ തന്നെ ഇത് റിവേഴ്സ് ബയസ്ഡ് റീജിയൻ ആണ്. പിന്നെ അതിൽ നമുക്ക് ആ നീ വോൾട്ടേജ് എന്നുള്ള ഒരു പോയിന്റ് അല്ലെ, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഫോർവേഡ് ബയസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ ആ നീ വോൾട്ടേജ് കഴിയുമ്പോഴാണ് നമുക്ക് ആ കറണ്ട് ഇൻക്രീസ് ചെയ്ത് വരും. ബിയോണ്ട് നീ വോൾട്ടേജ് ആണ് നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ബാരിയർ വാനിഷ് ചെയ്തിട്ട് ഫോർവേഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്, ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഫോർവേഡ് ക്യാര മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ റിവേഴ്സ് ക്യാരയെ കുറിച്ച് ഒരുപാടൊന്നും എഴുതേണ്ട കാര്യമില്ല. പിന്നെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഫോളോ ചെയ്യുന്നത്, എക്സ്പോണൻഷ്യൽ ലോ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസ് വിത്ത് എക്സാമ്പിൾ ഫോർ ഈച്ച്. അപ്പൊ ഇങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ്, കമ്പയർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഒരു ടേബിൾ ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓരോരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റും. മാർക്ക് സ്കോർ ചെയ്യാൻ എപ്പോഴും അതാണ് നല്ലത്. അപ്പൊ ഇവിടെ പാസീവ് കമ്പോണന്റും ആക്റ്റീവ് കമ്പോണന്റും ആണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാസീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പോണന്റ്സ് ദാറ്റ് കാൻ നോട്ട് പ്രൊവൈഡ് എനി പവർ ഗെയിൻ ടു ദ സർക്യൂട്ട്. ആക്റ്റീവ് ആവുമ്പോൾ കമ്പോണന്റ്സ് ദാറ്റ് ക്യാൻ പ്രൊവൈഡ് പവർ ഗെയിൻ ടു ദ സർക്യൂട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഡു നോട്ട് റിക്വയർ എ സോഴ്സ് ഓഫ് എനർജി ടു പെർഫോം. ഇതിൽ പാസീവില്, ആക്റ്റീവ് ആവുമ്പോൾ അതിലൊരു സോഴ്സ് ഓഫ് എനർജി നമുക്ക് ആവശ്യമാണ്. പിന്നെ അതിന്റെ നമ്മൾ ക്ലാസിഫിക്കേഷൻ എഴുതാം. പാസീവ് കമ്പൗണ്ടിലാണ് ദോസ് വിച്ച് ഡിസിപ്പേറ്റ് എനർജി, പിന്നെ ദോസ് വിച്ച് സ്റ്റോർ എനർജി. അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. രണ്ടിനും ഓരോ എക്സാമ്പിൾ എഴുതുക. ദോസ് വിച്ച് ഡിസിപ്പേറ്റ് എനർജി റെസിസ്റ്റർ ആണ്, ദോസ് വിച്ച് സ്റ്റോർ എനർജി ഇൻഡക്ടറും കപ്പാസിറ്ററും ആണ്. ആക്റ്റീവ് കമ്പോണന്റിലാണ് നമുക്ക് ട്യൂബ് ടൈപ്പ് ഉണ്ട്, സെമി കണ്ടക്ടർ ടൈപ്പ് ഉണ്ട്. ട്യൂബ് ടൈപ്പിലാണ് വാക്യൂം ട്യൂബ്, വാക്യൂം ട്രയോഡ്, ടെട്രോഡ്, ഗ്യാസ് ഡയോഡ് അതൊക്കെ വരുന്നത്. സെമി കണ്ടക്ടർ ടൈപ്പാണ് നമ്മളിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന BJT, FET, UJT അതെല്ലാം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ടേബിൾ യൂസ് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. അപ്പൊ നമുക്കറിയാം PN ജംഗ്ഷൻ ഡയോഡില് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ അവലാഞ്ചി ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ആ ഒരു ക്യാര തന്നെ വരയ്ക്കുക. എന്നിട്ട് PN ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആവുന്ന കണ്ടീഷനിൽ നമുക്കൊരു ചെറിയ കറണ്ട് മാത്രമാണ് മൈനോറിറ്റി കാരിയർ വഴി പോകുന്നത്. ആ ഒരു റിവേഴ്സ് ബയസിന്റെ പോയിന്റ്സ്, ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ വരാനുള്ള ആ 1-2 പോയിന്റ്സ് നമ്മൾ ഫസ്റ്റ് അതിൽ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് സെനർ ഓർ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ റീജിയൻ എന്നുള്ളത് ആ ക്യാരയിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊരു കമ്പാരിസൺ പോലെ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ കാണിച്ചു തരാം. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് അറിയാം, അതായത് ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവുന്ന ആ ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് വോൾട്ടേജിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന 2 രീതിയിലാണ്. ഒന്ന് അവലാഞ്ചി ബ്രേക്ക് ഡൗണും ഒന്ന് സെനർ ബ്രേക്ക് ഡൗണും. അപ്പൊ ഈ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ മൈനോറിറ്റി കാരിയർ ഈ ജംഗ്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന മൈനോറിറ്റി കാരിയർ ഒരു കൈനറ്റിക് എനർജി അക്വയർ ചെയ്യും. അത് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്താണ് കൈനറ്റിക് എനർജി കൂടും. അപ്പൊ ഹൈ റിവേഴ്സ് വോൾട്ടേജ് കൈനറ്റിക് എനർജിയിൽ മൈനോറിറ്റി കാരിയേഴ്സിൽ നമുക്ക് അത് ഒരുപാട് കൂടുതലാവുമ്പോൾ കോവാലന്റ് ബോണ്ടിൽ നിന്നും അത് റിലീസ് ചെയ്ത് വരും. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് വരും, അത് കൊളൈഡ് ചെയ്യും. അപ്പൊ വീണ്ടും അത് ഒരു അവലാഞ്ചി എഫക്ട് പോലെ നമുക്ക് കൂടുതൽ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്ന അങ്ങനെ ആ ഒരു പ്രോസസ്സിലാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അതേസമയം സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഹൈ റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് ഡിപ്ലീഷൻ റീജിയൻ എക്സ്പാൻഡ് ചെയ്യും. And the potential barrier increases, leading to a very high electric field across the junction. A junction across ഒരു high electric field വരും. Electric field കാരണം some of the covalent bond ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ലാർജ് നമ്പർ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് വരുന്ന അങ്ങനെ വരുന്നതിനെയാണ് കൂടുതൽ മൈനോറിറ്റി കാരിയേഴ്സ് വരുമ്പോൾ കൂടുതൽ റിവേഴ്സ് കറണ്ട് വരും. അതിനെയാണ് നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും 2 രീതിയിലാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ കൈനറ്റിക് എനർജി കൂടി പോയിട്ട് കൊളൈഡ് ചെയ്തിട്ട് കൂടുതൽ ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യുന്ന അതിനെ അവലാഞ്ചി എഫക്ട്, അതിനെയാണ് അവലാഞ്ചി എഫക്ട് എന്ന് പറയുന്നത്. സെനർ ബ്രേക്ക് ഡൗൺ
ഈ പറഞ്ഞ പോലെ നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ്, വെരി ഹൈ ഇലക്ട്രിക് ഫീൽഡ് വരികയും അത് കാരണം കൊണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് മൈനോറിറ്റി കാരിയേഴ്സ് വരുന്നത് സെനർ ബ്രേക്ക് ഡൗൺ. അപ്പൊ അത് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാർക്കും സ്കോർ ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതെങ്ങനെ എഴുതണം എന്ന് ഞാൻ പറയാം. കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് FET ചോദിക്കാം. ട്രാൻസിസ്റ്ററിലാണെങ്കിൽ PNP ട്രാൻസിസ്റ്റർ ചോദിക്കാം, NPN ട്രാൻസിസ്റ്റർ ചോദിക്കാം, വർക്കിംഗ് ഓഫ് N ചാനൽ മോസ്ഫെറ്റ് ചോദിക്കാം, PN മോസ്ഫെറ്റ് ചോദിക്കാം. ഇത് ഏത് ചോദിക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഫിഗർ, ഫെറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫെറ്റ് ആദ്യം വരയ്ക്കുക, വിത്ത് ടെർമിനൽസ് ഓരോന്ന് എന്താണെന്ന് എഴുതുക, പിന്നെ അതിന്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നീറ്റ് ആയിട്ടുള്ള ഡയഗ്രാം വരച്ച ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് എഴുതുക. മാർക്കിനനുസരിച്ച് നമുക്ക് ഇപ്പോ കൂടുതൽ മാർക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ അതിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ട്രാൻസിസ്റ്ററിന്റെ കേസ് വരുമ്പോൾ NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും കൂടെ മാറിപ്പോകരുത്. നമ്മൾ ചിലപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ NPN ട്രാൻസിസ്റ്റർ ആയിരിക്കും പഠിച്ചിട്ട് പോയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് PNP ട്രാൻസിസ്റ്റർ ആണ് ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ NPN ട്രാൻസിസ്റ്റർ നിങ്ങൾ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുകയില്ല. അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. പലർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. അപ്പൊ PNP ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് PNP ട്രാൻസിസ്റ്റർ തന്നെ വരച്ചിട്ട്, അപ്പൊ അവിടെ കറണ്ടിന്റെ ഡയറക്ഷനും പേരുകളും ഒക്കെ മാറും. അപ്പൊ അത് നോക്കിയിട്ട് തന്നെ വേണം ആൻസർ എഴുതാനായിട്ട്. അതേപോലെ തന്നെയാണ് മോസ്ഫെറ്റിന്റെ കേസും. ഈ പറഞ്ഞ പോലെ N ചാനൽ മോസ്ഫെറ്റ് ആണോ PN മോസ്ഫെറ്റ് ആണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതല്ല ഇപ്പൊ ജസ്റ്റ് ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം വരച്ചിട്ട് എഴുതാം. ജസ്റ്റ് ഒരു BJTയുടെ വർക്കിംഗ് മാത്രമാണ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കിംഗ് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ N ചാനൽ മോസ്ഫെറ്റ് മാത്രം. അപ്പൊ അവിടെ മെൻഷൻ ചെയ്യണം രണ്ട് ടൈപ്പ് ഉണ്ട്, N ചാനൽ ആൻഡ് P ചാനൽ. നമ്മൾ N ചാനൽ മാത്രം പറഞ്ഞാലും മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതണം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പൊ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് വരയ്ക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക, ദെൻ ഫ്രീക്വൻസി റെസ്പോൺസ് അഗൈൻ ഫിഗർ വരയ്ക്കുക. അത് ഫിഗറും സർക്യൂട്ട് ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം ഇതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് നീറ്റ് ആയിട്ട് വരയ്ക്കുക, തെറ്റുകൂടാതെ വരയ്ക്കുക, കൃത്യമായിട്ട് ഓരോന്നും എന്താണെന്നുള്ളത് മാർക്ക് ചെയ്യുക. നമ്മൾ വരയ്ക്കുന്ന ഫിഗറിന്റെ താഴെ എന്തിന്റെ ഫിഗർ ആണ് വരച്ചിരിക്കുന്നതെന്നും കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ബയസിംഗ് ആൻഡ് ലോഡ് ലൈൻ ഇൻ BJT. BJTയിലെ ബയസിംഗ് ആൻഡ് ലോഡ് എന്തിനാണ് നമ്മൾ ബയസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ലോഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ആ ലോഡ് ലൈനിന്റെ ഫിഗർ വരയ്ക്കുക, ക്യാര വരച്ചിട്ട് അതിന്റെ ഫിഗർ വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ്, കമ്പയർ CE, CB ആൻഡ് CC കോൺഫിഗറേഷൻ. അതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. CEയുടെയും CBയുടെയും CCയുടെയും കോൺഫിഗറേഷൻ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടേബിൾ തന്നെ ചെയ്യുക. CE ഒരു കോളം, CB ഒരു കോളം, CC ഒരു കോളം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ അതിന്റെ ഓരോ പോയിന്റ്സും എന്താണ്, CE കോൺഫിഗറേഷൻ പറഞ്ഞാൽ എന്താണ്, CB എന്താണ്, CC എന്താണ്, അതിൽ ഓരോന്നിലും നമ്മൾ കൊടുക്കുന്ന അതിന്റെ ഓരോന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് ഉണ്ടാകും. നമ്മൾ ഈ ഒരു കമ്പാരിസൺ നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പൊ അത് ഓരോന്നും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ടേബിൾ ആയിട്ട് തന്നെ എഴുതാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CE കോൺഫിഗറേഷൻ. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇൻപുട്ട് ക്യാരയും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്യാരയും ഓരോ കോൺഫിഗറേഷൻ്റെ. അപ്പൊ അതിൽ ഫിഗർ വരച്ചിട്ട് തന്നെ നമ്മൾ എഴുതണം. ഇൻപുട്ട് ക്യാര ആണെങ്കിൽ ഇൻപുട്ട് ക്യാര വരയ്ക്കുക, ഔട്ട്പുട്ട് ക്യാര ആണെങ്കിൽ ഔട്ട്പുട്ട് ക്യാര വരച്ച് അതിൽ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ ആ ആക്സിസ് അല്ലെങ്കിൽ X ആക്സിസ് Y ആക്സിസ് എന്താണെന്നുള്ളത് എഴുതണം. പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. കാരണം ഫിഗർ മാത്രം വരയ്ക്കും, X ആക്സിസിലും Y ആക്സിസിലും എന്താണ്, വോൾട്ടേജ് ആണോ കറണ്ട് ആണോ എന്നൊന്നും എഴുതാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാർക്ക് പോകും. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹൗ ട്രാൻസിസ്റ്റർ വർക്ക് ആസ് എൻ ആംപ്ലിഫയർ. അതേപോലെ തന്നെ ഹൗ ട്രാൻസിസ്റ്റർ വർക്ക് ആസ് എ സ്വിച്ച്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ട്രാൻസിസ്റ്റർ അതിൽ സ്വിച്ച് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ റീജിയനിലാണ്, കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്താണ്, കട്ട് ഓഫ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്, അതേപോലെ സാച്ചുറേഷൻ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്, എന്നിട്ട് ട്രാൻസിസ്റ്റർ എങ്ങനെ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത് വിത്ത് ഫിഗർ വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെയാണ് ആംപ്ലിഫയറിന്റെ കേസും. നെക്സ്റ്റ്, ഒന്ന് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഒരു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയർ ഫിഗർ വരച്ചിട്ട് അത് കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പിന്നെ ഫുൾ വേവ് റെക്ടിഫയർ വരച്ചിട്ട് അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അങ്ങനെയല്ല ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. കാരണം നമ്മളോട് വർക്കിംഗ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ് അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഹാഫ് വേവ് ഇതേപോലെ തന്നെ രണ്ട് കോളം വരയ്ക്കുക. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ്, അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, ഹാഫ് വേവ് റെക്ടിഫയറിൽ എത്ര നമ്മൾ ഡയോഡ്സ് വരും, ഫുൾ വേവ് റെക്ടിഫയറിൽ അഗൈൻ നമുക്ക് രണ്ട് ടൈപ്സ് ഉണ്ട്, അതിൽ എത്ര ഡയോഡ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിന്റെ ഒരു കമ്പാരിസൺ പോലെ വേണം ഇതിൽ എഴുതാനായിട്ട്. അതിന്റെ എഫിഷ്യൻസി എത്രയാണ് വരുന്നത്, അതേപോലെ തന്നെ അതിന്റെ
ഓരോ നിങ്ങൾ പഠിച്ചത് ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, അതൊക്കെ എത്രയാണ് വാല്യൂസ് വരുന്നത്, അങ്ങനെ വേണം ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീനോ അല്ലെങ്കിൽ കമ്പാരിസണോ ചോദിക്കുമ്പോൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ എല്ലാം തിയറി ആയതുകൊണ്ട് ഞാൻ ഇത് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ലെങ്തി ആവും വീഡിയോ. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാം നിങ്ങൾ വർക്കിംഗ് പഠിച്ചതാണ്, പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ എത്ര നീറ്റ് ആയിട്ട് നമ്മൾ പേപ്പറിൽ പ്രസന്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മാർക്ക്. തിയറി പേപ്പർ ആയതുകൊണ്ടാണ് ഇത്രയും എടുത്ത് പറയുന്നത്. കാര്യം പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്, ഇലക്ട്രിക്കലാകുമ്പോൾ പ്രോബ്ലം ആണ്, പക്ഷെ ഇവിടെ നമുക്ക് ഇലക്ട്രോണിക്സിലെ നമുക്ക് തിയറിയാണ് പഠിക്കാനുള്ളത്. മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ സമയം നോക്കിയിട്ട് നമുക്ക് എത്ര നമുക്ക് ടൈം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് കുറേ എഴുതി സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ് ടു ദ മാർക്ക്, എത്ര മാർക്കിന്, 3 മാർക്കിനാണോ ചോദിച്ചിരിക്കുന്നത്, 7 മാർക്കിനാണോ ചോദിച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ എഴുതുക. ഫിഗേഴ്സും ബ്ലോക്ക് ഡയഗ്രാം വെട്ടുമുത്തും കൂടാതെ നീറ്റ് ആയിട്ട് വരയ്ക്കുക. വരച്ച് നീറ്റ് ആയിട്ട് അതിൽ ഓരോ കാര്യങ്ങളും ബ്ലോക്ക് ഡയഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്ലോക്കിന്റെ ഉള്ളിൽ അതൊക്കെ നീറ്റ് ആയിട്ട് എഴുതി നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോ ഇനി ഓരോ മോഡ്യൂളും നമ്മൾ ഇതുപോലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് റിവിഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാ മോഡ്യൂൾസും കാണാൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.